നമസ്കാരം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും രസകരമായ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ സ്ത്രീകൾ കാണിക്കാറുള്ള 12 ലക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിരിക്കും, ചിലപ്പോൾ വളരെ വ്യക്തമായിരിക്കും. പക്ഷേ എല്ലാം മനുഷ്യ മനസ്സിൻ്റെ രസകരമായ വശങ്ങൾ വെളിപ്പെടുത്തുന്നവയാണ്. ഈ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ല എന്നോർക്കണം. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അവരുടെ സംസ്കാരവും വ്യക്തിത്വവും പശ്ചാത്തലവും ഈ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കും. എന്നിരുന്നാലും പൊതുവായ ചില സൂചനകൾ നമുക്ക് ശ്രദ്ധിക്കാം. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്ന 12 ലക്ഷണങ്ങൾ ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹായിക്കും. ഒപ്പം ഇതിലെ പല ലക്ഷണങ്ങളും പുരുഷനിലും പ്രകടമാണ്. ഒന്നാമത്തെ ലക്ഷണം നേരിട്ടുള്ള ഐ കോണ്ടാക്ട്. ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീ പലപ്പോഴും നേരിട്ടുള്ള ഐ കോണ്ടാക്ട് നൽകാറുണ്ട്. കണ്ണുകൾ മനസ്സിന്റെ ജനാലകളാണ് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഈ ഐ കോണ്ടാക്ട് അവളുടെ മനസ്സിലെ താല്പര്യം വെളിപ്പെടുത്തുന്നു. ഒരു കോഫി ഷോപ്പിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇടയ്ക്കൊരു പുഞ്ചിരി നൽകുന്നത് ശ്രദ്ധിച്ചാൽ അതൊരു ലക്ഷണമാണ്. ഈ ഐ കോണ്ടാക്ട് എപ്പോഴും ദൈർഘ്യമേറിയതോ തീക്ഷ്ണമോ ആയിരിക്കണമെന്നില്ല. ചില സ്ത്രീകൾ നാണം കാരണം ഇടയ്ക്കിടെ നോക്കി മുഖം താഴ്ത്തിയേക്കാം. പക്ഷേ ഈ നോട്ടങ്ങൾക്ക് ഒരു ഊഷ്മളതയുണ്ടായിരിക്കും. ഒരു പാർട്ടിയിൽ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്റെ കഥകൾ ഒരുപാട് രസമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനോടുള്ള താല്പര്യം കാണിക്കുന്നു. സന്ദർഭത്തിന്റെ പ്രാധാന്യം ഇവിടെ മറക്കരുത്. ചില സംസ്കാരങ്ങളിൽ നേരിട്ടുള്ള ഐ കോണ്ടാക്ട് ധൈര്യമായി കാണപ്പെടാം. മറ്റുള്ളവയിൽ അത് ലജ്ജയോടുകൂടിയ നോട്ടമായിരിക്കാം. ഈ ലക്ഷണം മറ്റു സൂചനകളോടൊപ്പം വിലയിരുത്തുമ്പോൾ ആകർഷണത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും. രണ്ടാമത്തെ ലക്ഷണം ശരീരഭാഷയാണ്. ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരഭാഷ അവളുടെ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു. അവന്റെ ദിശയിലേക്ക് ശരീരം ചെരിച്ചു നിൽക്കുക, അവന്റെ അടുത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുക, മുടിയിൽ തലോടുക, ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഒരു ഗെറ്റ് ടുഗെദറിൽ അവൾ അവന്റെ അടുത്തിരിക്കുകയും മുടിയിൽ തലോടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനോടുള്ള താല്പര്യം കാണിക്കുന്നു. ഈ ശരീരഭാഷ എപ്പോഴും ബോധപൂർവമല്ല, ചിലപ്പോൾ അവൾക്ക് തന്നെ അറിയാതെ സംഭവിക്കുന്നതാകാം. ഒരു സിനിമാ തിയേറ്ററിൽ അവൾ അവന്റെ അടുത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂക്ഷ്മമായ ലക്ഷണമാണ്. ഈ ആംഗ്യങ്ങൾ അവനോടുള്ള സുഖവും വിശ്വാസവും പ്രകടിപ്പിക്കുന്നു. എന്നാൽ ശരീരഭാഷ വിലയിരുത്തുമ്പോൾ സന്ദർഭം പ്രധാനമാണ്. ചിലർക്ക് മുടിയിൽ തലോടുന്നത് സ്വാഭാവികമായ ഒരു പെരുമാറ്റമായിരിക്കാം. മറ്റു ലക്ഷണങ്ങളോടൊപ്പം ഇവ കാണുമ്പോൾ മാത്രമേ ഇത് ആകർഷണമാണോ എന്ന് വ്യക്തമാകൂ. മൂന്നാമത്തെ ലക്ഷണം ആദ്യം സംഭാഷണം തുടങ്ങുന്നതാണ്. ഒരു പുരുഷനോട് താല്പര്യമുള്ളപ്പോൾ ഒരു സ്ത്രീ പലപ്പോഴും സ്വയം സംഭാഷണം ആരംഭിക്കാറുണ്ട്. നിന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ നീ ഈ സിനിമ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ അവനെക്കുറിച്ചുള്ള കൂടുതൽ അറിയാനുള്ള ശ്രമമാണ്. ഒരു പാർട്ടിയിൽ നിന്റെ ഷർട്ട് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കുന്നത് സംഭാഷണം തുടങ്ങാനുള്ള ഒരു വഴിയാണ്. ഈ ചോദ്യങ്ങൾ അവന്റെ താല്പര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു പാലമാണ്. ഒരു കോളേജ് ഗ്രൂപ്പ് പ്രൊജക്ടിനിടെ നിന്റെ ഐഡിയകൾ എങ്ങനെ ഇത്ര ക്രിയേറ്റീവ് ആണ് എന്ന് ചോദിക്കുന്നത് അവനോടുള്ള താല്പര്യത്തിന്റെ ലക്ഷണമാണ്. ഈ ചെറിയ സംഭാഷണങ്ങൾ അവനോട് അടുക്കാനുള്ള ശ്രമങ്ങളാണ്. എന്നാൽ ഈ സംഭാഷണങ്ങൾ എപ്പോഴും നേരിട്ടുള്ളവയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവൾ രസകരമായ ഒരു കഥ പങ്കുവെച്ചോ അവന്റെ അഭിപ്രായം ചോദിച്ചോ സംഭാഷണം നീട്ടിയേക്കാം. ഈ ശ്രമങ്ങൾ മറ്റു ലക്ഷണങ്ങളോടൊപ്പം ആകർഷണത്തിന്റെ വ്യക്തമായ സൂചനകൾ നൽകുന്നു. നാലാമത്തെ ലക്ഷണം ഊഷ്മളമായ പുഞ്ചിരിയാണ്. ഒരു സ്ത്രീയുടെ ഊഷ്മളമായ പുഞ്ചിരി ആകർഷണത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അവന്റെ തമാശകൾക്കോ കഥകൾക്കോ അവ വലിയ രസകരമല്ലെങ്കിലും അവൾ പുഞ്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഒരു ഓഫീസ് മീറ്റിംഗിന് ശേഷം നിന്റെ തമാശകൾ എപ്പോഴും രസമാണ് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഒരു വലിയ ലക്ഷണമാണ്. ഈ പുഞ്ചിരി അവനോടുള്ള ആകർഷണവും താല്പര്യവും പ്രകടമാക്കുന്നു. ഒരു കോളേജ് ക്ലാസ്സിൽ അവന്റെ ജോക്കിന് അവൾ ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത്ര ചിരിക്കാതിരിക്കുമ്പോൾ പോലും അത് ആകർഷണത്തിന്റെ ഒരു സൂചനയാണ്. ഈ പുഞ്ചിരി അവന്റെ സാന്നിധ്യത്തിൽ അവൾക്ക് സന്തോഷം തോന്നുന്നു എന്ന് കാണിക്കുന്നു. എന്നാൽ ചിലർ സ്വാഭാവികമായി ഒരുപാട് പുഞ്ചിരിക്കുന്നവരാണ്. അതിനാൽ ഈ പുഞ്ചിരി അവനോടുള്ള പ്രത്യേക ശ്രദ്ധയോടൊപ്പം മാത്രമേ ആകർഷണമായി കണക്കാക്കാൻ കഴിയൂ.
മറ്റു ലക്ഷണങ്ങളോടൊപ്പം ഈ പുഞ്ചിരി ആകർഷണത്തിന്റെ ഒരു ശക്തമായ സൂചനയായേക്കാം. അഞ്ചാമത്തെ ലക്ഷണം ലഘുസ്പർശനങ്ങളാണ്. ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീ പലപ്പോഴും ലഘുവായ സ്പർശനങ്ങൾ നൽകാറുണ്ട്. അവന്റെ തോളിൽ തട്ടുക, കൈകൾ തൊടുക, അല്ലെങ്കിൽ അവന്റെ അടുത്തിരിക്കുക, ഇവയൊക്കെ ലക്ഷണങ്ങളാണ്. ഒരു സിനിമ കാണുമ്പോൾ ഈ സീൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ തൊടുന്നത് ഒരു വലിയ ലക്ഷണമാണ്. ഈ സ്പർശനങ്ങൾ സൂക്ഷ്മവും ബോധപൂർവമല്ലാത്തതുമായിരിക്കാം. ഒരു ഗ്രൂപ്പ് ഔട്ടിങ്ങിൽ അവൾ അവന്റെ തോളിൽ തട്ടി ഒരു തമാശ പറയുന്നുണ്ടെങ്കിൽ അത് അവനോടുള്ള സുഖവും വിശ്വാസവും കാണിക്കുന്നു. ഈ ആംഗ്യങ്ങൾ അവനോടുള്ള അടുപ്പം പ്രകടിപ്പിക്കുന്നു. എന്നാൽ സന്ദർഭം ഇവിടെ പ്രധാനമാണ്. ചില സംസ്കാരങ്ങളിൽ സ്പർശനം സാധാരണമാണ്, മറ്റുള്ളവയിൽ അപൂർവമാണ്. മറ്റു ലക്ഷണങ്ങളോടൊപ്പം ഈ സ്പർശനങ്ങൾ വിലയിരുത്തുമ്പോൾ മാത്രമേ ആകർഷണമാണോ എന്ന് വ്യക്തമാകൂ. ആറാമത്തെ ലക്ഷണം ശ്രദ്ധ നൽകുന്നതാണ്. ഒരു സ്ത്രീയുടെ ശ്രദ്ധ ആകർഷണത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അവന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെറിയ വിശദാംശങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന്, അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇഡ്ഡലി ഇഷ്ടമല്ലേ, ഈ ഹോട്ടലിൽ നല്ല ഇഡ്ഡലി കിട്ടുമെന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്. ഈ ശ്രദ്ധ അവനോടുള്ള താല്പര്യത്തിന്റെ ആഴം കാണിക്കുന്നു. ഒരു കോളേജ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവൻ പറഞ്ഞ ഒരു ഐഡിയയെക്കുറിച്ച് പിന്നീട് അവൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ വാക്കുകൾ അവൾ ശ്രദ്ധിച്ചതിന്റെ തെളിവാണ്. ഈ ശ്രദ്ധ എപ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവന്റെ കഥകളെക്കുറിച്ച് പിന്നീട് ചോദിക്കുകയോ അവന്റെ അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കുകയോ ചെയ്യാം. നിന്റെ പോയിന്റ് ശരിയാണ് എന്ന് പറയുന്നത് അവനോടുള്ള താല്പര്യത്തിന്റെ ഒരു സൂക്ഷ്മമായ ലക്ഷണമാണ്. ഏഴാമത്തെ ലക്ഷണം ഒപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീ അവനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ ഈ വീക്കെൻഡ് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്നത് ഒരു ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങൾ അവനോടുള്ള താല്പര്യത്തെ വ്യക്തമാക്കുന്നു. ഒരു ഗ്രൂപ്പ് ഔട്ടിങ്ങിൽ അവൾ അവന്റെ കൂടെ എല്ലാ ഇവന്റുകളിലും പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ലക്ഷണമാണ്. ഒരു കോളേജ് ഫെസ്റ്റിൽ അവന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവൾ ശ്രമിക്കുന്നത് അവനോടുള്ള ആകർഷണം കാണിക്കുന്നു. ഈ ആഗ്രഹം എപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങളായി വരണമെന്നില്ല. ചിലപ്പോൾ അവൾ അവന്റെ അടുത്ത് കൂടുതൽ നേരം നിൽക്കുകയോ ഗ്രൂപ്പിൽ അവന്റെ അടുത്ത് ഇരിക്കുകയോ ചെയ്യും. ഒരു ഡിന്നറിൽ അവന്റെ അടുത്തിരിക്കാൻ ശ്രമിക്കുന്നത് ആകർഷണത്തിന്റെ ഒരു സൂചനയാണ്. എട്ടാമത്തെ ലക്ഷണം പ്രശംസയാണ്. ഒരു സ്ത്രീ അവന്റെ രൂപം, ശൈലി അല്ലെങ്കിൽ നേട്ടങ്ങളെ പ്രശംസിക്കുന്നത് ആകർഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. നിന്റെ ഷർട്ട് നിനക്കൊരു നല്ല ലുക്കാണ്, അല്ലെങ്കിൽ നിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് താല്പര്യം കാണിക്കുന്നു. ഒരു ഓഫീസ് സഹപ്രവർത്തക നിന്റെ സെന്റ് ഓഫ് ഹ്യൂമർ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷണമാണ്. ഒരു പാർട്ടിയിൽ നിന്റെ ജാക്കറ്റ് എന്ത് കൂളാണ് എന്ന് പറയുന്നത് സംഭാഷണം തുടങ്ങാനുള്ള വഴിയാണ്, പക്ഷേ അതിനപ്പുറം താല്പര്യവും കാണിക്കുന്നു. ഈ പ്രശംസകൾ എപ്പോഴും നേരിട്ടുള്ളവ ആയിരിക്കണമെന്നില്ല. നിന്റെ ഐഡിയകൾ എപ്പോഴും ക്രിയേറ്റീവാണ് എന്ന് പരോക്ഷമായി പറയുന്നതും ആകർഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. ഈ ചെറിയ പ്രശംസകൾ അവനോടുള്ള ബഹുമാനവും താല്പര്യവും പ്രകടിപ്പിക്കുന്നു. ഒൻപതാമത്തെ ലക്ഷണം നാണം പ്രകടിപ്പിക്കുന്നതാണ്. ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീ അവന്റെ മുന്നിൽ ചെറുതായി നാണിക്കാറുണ്ട്. ഈ നാണം അവളുടെ ചിരിയിൽ, മുഖം താഴ്ത്തുന്നതിൽ, അല്ലെങ്കിൽ ചെറിയ പരിഭ്രമത്തിൽ പ്രകടമാകാം. ഒരു കോളേജ് ക്ലാസ്സിൽ അവന്റെ തമാശയ്ക്ക് അവൾ ചിരിക്കുകയും നാണിച്ചു മുഖം തിരിക്കുകയോ ചെയ്യുന്നത് ഒരു ലക്ഷണമാണ്. ഈ നാണം എപ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല. ചിലർ പുരുഷന്റെ മുന്നിൽ ശാന്തരാകുകയോ കുറച്ച് സംസാരിക്കുകയോ ചെയ്യാം. ഒരു പാർട്ടിയിൽ നിന്റെ കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നാണിച്ചു പറയുന്നത് ആകർഷണത്തിന്റെ ഒരു സൂചനയാണ്. എന്നാൽ എല്ലാവരും ഒരുപോലെ നാണിക്കണമെന്നില്ല. ചിലർ കൂടുതൽ ഊർജ്ജസ്വലരാകാം, മറ്റുള്ളവർ ശാന്തരാകാം. ഈ നാണം മറ്റ് ലക്ഷണങ്ങളോടൊപ്പം വിലയിരുത്തുമ്പോൾ ആകർഷണത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും. പത്താമത്തെ ലക്ഷണം തമാശകൾ പങ്കുവയ്ക്കുന്നതാണ്. ഒരു സ്ത്രീ അവനെ ചിരിപ്പിക്കാൻ തമാശകൾ പങ്കുവയ്ക്കുന്നത് ആകർഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ കഥ കേട്ടോ രസമാണ് എന്ന് പറഞ്ഞ് ഒരു കഥ പറയുന്നത് അവന്റെ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ്. ഒരു ഗ്രൂപ്പ് ഔട്ടിങ്ങിൽ നിനക്കിത് രസിച്ചോ എന്ന് ചോദിച്ച് ഒരു തമാശ പറയുന്നത് ഒരു ലക്ഷണമായിരിക്കാം.
അതുപോലെ തന്നെ നിന്റെ തമാശയ്ക്ക് ഞാൻ ഒരു ബെറ്റർ ജോക്ക് പറയാം എന്ന് പറയുന്നത് ആകർഷണത്തിന്റെ ഒരു സൂചനയാണ്. ഈ തമാശകൾ വലിയ ജോക്കുകളായിരിക്കണമെന്നില്ല. ഒരു കോഫി ഷോപ്പിൽ ഈ കോഫി കുടിച്ചാൽ നമ്മൾ സൂപ്പർ ഹീറോകളാകുമോ എന്ന് തമാശയായി പറയുന്നത് അവനെ ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ ചെറിയ തമാശകൾ ആകർഷണത്തിന്റെ രസകരമായ ലക്ഷണങ്ങളാണ്. 11ാമത്തെ ലക്ഷണം താല്പര്യങ്ങൾ പിന്തുടരുന്നതാണ്. ഒരു സ്ത്രീ പുരുഷന്റെ താല്പര്യങ്ങൾ പിന്തുടരുന്നത് ആകർഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. അവന് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ ഈ മാച്ചിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നത് ഒരു സൂചനയാണ്. അവന്റെ പ്രിയപ്പെട്ട ബുക്കിനെ കുറിച്ച് ഞാൻ ഈ ബുക്ക് വായിച്ചു, നിനക്കെന്താണ് അതിൽ ഇഷ്ടമായത് എന്ന് ചോദിക്കുന്നത് അവന്റെ ലോകത്തേക്ക് അടുക്കാനുള്ള ശ്രമമാണ്. ഒരു കോളേജ് പ്രൊജക്ടിനിടെ നിനക്ക് എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്നു എന്ന് ചോദിക്കുന്നത് ആകർഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. ഈ താല്പര്യം എപ്പോഴും വ്യക്തമായ ചോദ്യങ്ങളായി വരണമെന്നില്ല. നിനക്ക് ട്രെക്കിങ്ങിന് ഇഷ്ടമാണല്ലേ, ഒരു ട്രെക്കിംഗ് നമുക്ക് പോകാം എന്ന് പറയുന്നത് അവന്റെ ലോകത്തേക്ക് അടുക്കാനുള്ള ഒരു വഴിയാണ്. 12ാമത്തെ ലക്ഷണം സൂചനകൾ നൽകുന്നതാണ്. ആകർഷണം തോന്നുമ്പോൾ ഒരു സ്ത്രീ പരോക്ഷമായോ നേരിട്ടോ സൂചനകൾ നൽകാറുണ്ട്. നിന്റെ കൂടെ സമയം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരുമിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നത് ഒരു വലിയ ലക്ഷണമാണ്. ഒരു ഗ്രൂപ്പ് ഔട്ടിങ്ങിന് ശേഷം നിന്റെ കൂടെ സംസാരിക്കാൻ ഒരുപാട് രസമാണ്, നമുക്ക് വേറെ എന്തെങ്കിലും കാണാം എന്ന് പറയുന്നത് ആകർഷണത്തിന്റെ ഒരു സൂചനയാണ്. ഒരു കോഫി ഷോപ്പിൽ നിന്റെ കൂടെ ഇവിടെ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ്. ഈ സൂചനകൾ എപ്പോഴും വ്യക്തമായിരിക്കണമെന്നില്ല. നിന്റെ കൂടെ ഈ സിനിമ കാണാൻ പോകുന്നത് രസകരമായിരിക്കും എന്ന് പരോക്ഷമായി പറയുന്നത് അവനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ സ്ത്രീകൾ കാണിക്കാറുള്ള 12 ലക്ഷണങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം കണ്ടത്. ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സന്ദർഭവും വ്യക്തിത്വവും എല്ലാം കണക്കിലെടുക്കണം. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. ഈ ലക്ഷണങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരം ഇടപെടലുകൾ കാണുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്വാധീനം ചെലുത്തുവാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെ അകലം പാലിക്കേണ്ടിടത്ത് അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.